പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSFന്റെയും SBS-ന്റെയും കർമ്മധീരായ പ്രവർത്തകരെ, SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സാഹിത്യോത്സവവേളയിൽ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ പൂതിയില്ലേ? എന്നെങ്കിൽ ഞാൻ കഥ തുടങ്ങട്ടെ കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു ശേഖന്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വളരെ കാലങ്ങൾക്ക് മുമ്പ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു ഷേഖ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ഷേഖ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സ്വന്തം ഉമ്മയോട് സമ്മതം ചോദിച്ചു. ഉമ്മ സമ്മതം നൽകിയില്ല. വീണ്ടും വീണ്ടും പല വട്ടം ചോദിച്ചു. അപ്പോഴൊന്നും ഉമ്മ സമ്മതം നൽകിയില്ല. ഒരു നല്ല കാര്യത്തിനാണല്ലോ എൻ്റെ ഉമ്മ എനിക്ക് സമ്മതം നൽകാത്തത്. അങ്ങനെ ചിന്തിച്ച ഷേഖ് യാത്ര തുടങ്ങാൻ തീരുമാനിക്കുകയും ഹജ്ജിന് യാത്ര തുടരുകയും ചെയ്തു. വേദനമുറ്റിയ മനസ്സുമായി പാവം ഉമ്മ അല്ലാഹുവിലേക്ക് മലർക്കൈ തുറന്നു. എൻ്റെ രക്ഷിതാവേ, എൻ്റെ മകൻ വേർപാടിന്റെ അഗ്നിയിൽ എന്നെ ചുട്ട് കരിയിച്ച് കളഞ്ഞു. നീ അവനെ ശിക്ഷിക്കണമേ. ഇതൊന്നും അറിയാതെ ഷേഖ് യാത്ര തുടരുന്നു. സമയം ഇരുട്ടാൻ തുടങ്ങി. ഷേഖ് ഒരു പള്ളിയുടെ അടുത്തെത്തി. ഒരു പള്ളി ഇബാദത്തിനും താമസിക്കാനും പറ്റുമെന്ന് ചിന്തിച്ച് ഈ ഷേഖ് പള്ളിയിൽ കയറി ഇബാദത്തിൽ മുഴുകി. സമയം ഇരുട്ടാൻ തുടങ്ങി. അർദ്ധരാത്രിയായി. കുരിട്ട്. അന്ന് ആ നാട്ടിലെ ഒരു വീട്ടിൽ കള്ളൻ കയറി. കള്ളനെ പിടികൂടാൻ നാട്ടുകാരെല്ലാവരും പിന്നാലെ ഓടി. പക്ഷെ കള്ളൻ അവസാനം പള്ളിയുടെ ഭാഗത്തേക്കാണ് ഓടിയത്. ഇതൊന്നും അറിയാതെ ഇബാദത്തിൽ മുഴുകി നിൽക്കുന്ന ഷേഖിനെ കണ്ട നാട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇവിടെ ഒന്ന് നാം മനസ്സിലാക്കണം. കട്ടവനെ കിട്ടിയിട്ടില്ലേ കിട്ടിയവനെ കള്ളനാക്കുക എന്ന നമ്മുടെ കേരള പോലീസിനെ അപമാനിച്ചുകൊണ്ട് ജഡ്ജിമാരൊക്കെ പറയല്ലേ, അതന്നെ ഇവരും നടത്തിയത്. എന്താ ഓല് കൈ ചൂണ്ടി ഷേഖിനെ പറഞ്ഞറിയോ? ഇതാ കള്ളൻ നമ്മളെ പറ്റിച്ച് ഇബാദത്തിൽ മുഴുകി നിൽക്കുന്നു. പാവം എന്ത് ചെയ്യാനാ? കൊറേ അലറി, ഞാൻ കള്ളനല്ലേ, ഇന്നെ വെറുതെ കൊറേ പ്രാവശ്യം അലറി. എന്താ കാര്യം ഉണ്ടായി? എല്ലാരും കൂടി ഷേഖിനെ വളഞ്ഞു പിടികൂടി. പാവം ഒന്നും മിണ്ടാതായി. ഗജകൊമ്പനായ രാജാവ് ക്രൂരനും അക്രമിയായ രാജാവിന്റെ അടുക്കലെത്തിച്ചു. കേട്ട ഉടൻ തന്നെ ആ രാജാവ് വിധി പുറപ്പെടുവിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് കൈകാലുകൾ രണ്ടും മുറിച്ചു മാറ്റി അങ്ങാടികളിലൂടെ പരസ്യമായി കൊണ്ടു നടക്കുക. പാവം ഒരു തെറ്റും ചെയ്യാതെ എത്ര വേദനകളാണ് ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ കേൾക്കേണ്ട താമസം. പ്രജകൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി 2 കൈകാലുകളും വെട്ടിമാറ്റി കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുത്തു. അന്ധനായി. പാവം വഴി അറിയും കൂടില്ല. ചിലർക്കൊരു കാര്യം പിടികിട്ടി. ഇതൊരു കള്ളനല്ല, ഷേഖാണ്. അവരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ വീട്ടിലെത്തു. കഥയറിയാതെ പാവം ഉമ്മ അല്ലാഹുവിലേക്ക് മലർക്കൈ തുറന്നിരിക്കുകയാണ്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ മകനെ നീ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് കാണിച്ചു തരണമേ. വീട്ടിലെത്തിയ ഷേഖ് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കഥ വിവരിച്ചു കൊടുത്തു. കഥ കേട്ട ഉടൻ തന്നെ ആ പാവം മാതാവ് ഈ കരങ്ങളും ഉയർത്തിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. എന്താന്ന് കൂട്ടുകാർക്ക് കേൾക്കണോ? അവിടുന്ന് ദുആ ചെയ്തത്, എൻ്റെ രക്ഷിതാവേ, ഇനി 2 കറുത്ത മുഖങ്ങളെ നീ ഭൂമിയിൽ അവശേഷിപ്പിക്കല്ലേ. അവശേഷിപ്പിച്ചാൽ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരല്ലേ. ആ ദുആ കഴിഞ്ഞ ഉടൻ തന്നെ ആ ഉമ്മയും മകനും